പാലക്കാട് ചിറ്റൂരിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയവർ പുഴയുടെ നടുവിൽ കുടുങ്ങി. കരയ്ക്കെത്തിക്കാനുള്ള ശ്രമം അവിടെ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി പാലക്കാട് നിന്നും ഇപ്പോൾ ആഷിഖ് റഹ്മാൻ ചേരുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. രക്ഷാപ്രവർത്തകർ അവിടെ എത്തി രക്ഷാപ്രവർത്തനം നടത്തുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ചിറ്റൂർ പുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ആഷിഖ് ചേരുന്നു. ആഷിഖ്, എത്ര പേരാണ് പുഴയുടെ നടുവിൽ ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്നത്? ലക്ഷ്മി, 4 പേരാണ് ഈ പുഴയുടെ നടുവിൽ കുടുങ്ങി കിടക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയ സമയത്താണ് അപ്രതീക്ഷിതമായി വെള്ളം കയറിയതോടുകൂടി തന്നെ ഇവർ ഈ ഒരു പുഴയുടെ നടുവിൽ കുടുങ്ങിയത്. ഇതോടുകൂടി ഇവർക്ക് ഈ പുഴയുടെ ഏതെങ്കിലും ഒരു കരയിലേക്ക് പോകാൻ പറ്റാതെയായി. തുടർന്ന് പെട്ടെന്ന് തന്നെ പോലീസും ഫയർഫോഴ്സും എത്തി ഇവരുടെ അടുത്തേക്ക് എത്തുകയായിരുന്നു. ശേഷം ലൈഫ് ജാക്കറ്റ് എല്ലാം ധരിപ്പിച്ച് ഇവരെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മറുകരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ ഒരു അപകടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കാരണം ഇവർ കുളിക്കാൻ പോകുന്ന സമയത്ത് ഇന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ വലിയ മഴയാണ് പാലക്കാട് ഉള്ളത്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി പെട്ടെന്ന് വെള്ളം വന്നു. അതുകൊണ്ട് തന്നെ ഇവർ ഇതിലൊരു പാറയുടെ നടുവിലായി കുടുങ്ങി പോവുകയായിരുന്നു. അവർക്ക് അങ്ങോട്ടേക്കോ 2 ഭാഗത്തേക്കും പോകാൻ കഴിയാതെയായി. ശക്തമായ മഴ പെയ്ത് വെള്ളം നിറഞ്ഞതോടുകൂടി തന്നെ ഏതെങ്കിലും വശത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. തുടർന്നാണ് അവർ അവിടുന്ന് മറ്റുള്ളവരുടെ സഹായം അഭ്യർത്ഥിച്ചത്. തുടർന്ന് പോലീസും ഫയർഫോഴ്സും എത്തി ഇവരെ ഇത്തരത്തിൽ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ അടുത്തേക്ക് ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും അടക്കം എത്തിയിട്ടുണ്ട്. ഇവരെ ലൈഫ് ജാക്കറ്റ് അടക്കം ധരിപ്പിച്ച് മറുവശത്തേക്ക് കടത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മന്ത്രി കെ കൃഷ്ണൻകുട്ടി അടക്കം ഇപ്പോൾ അവിടേക്ക് എത്തുന്നുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അവരുടെ ജീവൻ നഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പാലക്കാട് രാവിലെ തന്നെ 2 പേർ ഇത്തരത്തിൽ മരണപ്പെട്ടിരുന്നു. വീട്ടുകാർ മരണപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് മറ്റൊരു വലിയൊരു അപകടം വരുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സാമൂഹികമായി ഇടപെടൽ മൂലം ഇപ്പോൾ അവരുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു വിവരം, ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ള വിവരം വരുന്നുണ്ട്. ഈ 4 പേർ കുടുങ്ങിയതിൽ ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പോലീസും ഫയർഫോഴ്സും അതിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അവരെ ലൈഫ് ജാക്കറ്റ് അടക്കം ധരിപ്പിച്ച് ഇങ്ങോട്ടേക്ക്, അതായത് മറുകരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരാൾ ഇപ്പോൾ എത്തിച്ചിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. എന്തായാലും വലിയൊരു അപകടം ഒഴിവായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം കുറച്ചു നേരം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ വെള്ളം നിറഞ്ഞ് 4 പേരുടെയും ജീവൻ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ ഈ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സമയോചിതമായി ഇടപെടുന്ന തന്നെ പറയാം. കൃത്യമായി അതിൽ ഇപ്പോൾ ഇവരുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞു. അതിൽ ഒരാളെ ഇപ്പോൾ മറുകരയിലേക്ക് എത്തിച്ചു. മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവരുടെ ജീവൻ സുരക്ഷിതമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഈ ഒരു സംഭവം നടന്നത്. എന്തായാലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിൽ പോലീസിനും ഫയർഫോഴ്സിനും കൃത്യമായ അഭിനന്ദനങ്ങൾ നേരേണ്ടതുണ്ട്. എന്തായാലും മറ്റുള്ളവരെ കൂടിയും വളരെ അടുത്ത സമയത്ത് തന്നെ അവരെ മറുകരയിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആഷിഖ്, വലിയ വടം ഉപയോഗിച്ചാണ് ഇപ്പോൾ അവരെ തീരത്തേക്ക് എത്തിക്കുന്നത്. ഈ ഒരാളെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. മൂലത്തറ റെഗുലേറ്റർ തുറന്നത് കാരണമാണ് അവിടെ ജലനിരപ്പ് ഉയരുന്നത് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. എന്താണ് ഈ നേരത്തെ ചിറ്റൂർ പുഴയിൽ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ലേ? അവർ ഈ ഒരു അപകടാവസ്ഥ മനസ്സിലാക്കാതെയാണോ പുഴയിലേക്ക് ഇറങ്ങിയത്? എന്താണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അതുമായി ബന്ധപ്പെട്ടൊക്കെ? മനസ്സിലാക്കേണ്ടി വരും. കാരണം ഇത്തരത്തിൽ നിരവധി ഡാമുകളിൽ കഴിഞ്ഞത് ഇന്നലെയുമായി നിരവധി ഡാമുകളിൽ വെള്ളം തുറന്നു വിട്ടിരുന്നു. കൃത്യമായി ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ ഒരുപക്ഷെ ഈ യുവാക്കൾ ഈ ഒരു കാര്യം അറിയാതെയായിരിക്കും ഒരുപക്ഷെ ഈ പുഴയിലേക്ക് പോയത്. തുടർന്ന് ഇന്ന് പെയ്ത ശക്തമായ മഴയും കൂടി വന്നതോടുകൂടി തന്നെ അവർ ഈ പുഴയുടെ നടുഭാഗത്ത് കുടുങ്ങുകയായിരുന്നു. ഒരുപക്ഷെ ഈ ദൃശ്യം പലയിടങ്ങളിൽ ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി വെള്ളം കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം നമ്മൾ ഒരു പുഴയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നിൽക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഒരുപക്ഷെ വൻതോതിൽ വെള്ളം ഉയരുന്ന സാഹചര്യമുണ്ട്. ഇപ്പോഴും പാലക്കാട് ശക്തമായ മഴ തുടരുകയാണ്. അതിന്റെ ഇടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ഈ ഒരു അപകട സൂചന ഇവരും അറിഞ്ഞിരുന്നില്ല. അങ്ങനെ പോയ സമയത്താണ് ഈ പുഴയുടെ നടുവിൽ ഇവർ കുടുങ്ങിയത്. എന്തായാലും ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. പോലീസും ഫയർഫോഴ്സും എത്തി ഓരോരുത്തരെ ഇപ്പോൾ മറുകരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. വടം കെട്ടി ഓരോരുത്തരെ അപ്പുറത്തേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. 4 പേരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിൽ എന്തായാലും നമുക്ക് ചാരിതാർത്ഥ്യമുണ്ട്. എന്തായാലും മറ്റൊരു രക്ഷയുള്ള ശ്രമം തുടരുകയാണ്. ആഷിഖ്, ഈ മഴക്കെടുതികൾ രൂക്ഷമായിരിക്കുകയാണ്. പാലക്കാട് അടക്കമുള്ള ഇടങ്ങളിൽ ഇന്ന് അവിടെ തന്നെ 2 മരണം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ പുഴയിൽ ഇറങ്ങരുത് എന്നതടക്കമുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ അവിടെ വന്നിരുന്നു എന്നാണ്
മനസ്സിലാകുന്നത്. സംസ്ഥാനമൊട്ടാകെ അത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. മലയോര മേഖലകളിലേക്ക് യാത്ര പോകരുത്, പുഴയിൽ ഇറങ്ങരുത്, കടലിൽ മീൻപിടുത്തത്തിന് പോകരുത് തുടങ്ങിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ വളരെ കൃത്യമായി നൽകുന്നുണ്ടായിരുന്നു അധികാരികൾ. പക്ഷേ ഇത് നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ ജില്ലകളിൽ നടക്കുന്നില്ല എന്ന് വേണമോ ഇതിൽ നിന്നൊക്കെ മനസ്സിലാകാൻ? നിരവധി ഇടങ്ങളിൽ പാലക്കാടുണ്ട്. പാലക്കാട് നിരവധി വെള്ളച്ചാട്ടങ്ങളും പുഴകളും നിരവധി സ്ഥലങ്ങളുണ്ട്. ഒരുപക്ഷെ ഈ മഴക്കാലമായതോടുകൂടി തന്നെ നിരവധി പേർ ഇത്തരത്തിൽ ഈ സ്ഥലങ്ങൾ കാണാൻ പോകുന്നുണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം മഴക്കാലമായതോടുകൂടി നിരവധി പേർ ഈ കുളിക്കാനും കൂടി ആവേശത്തിൽ ഇറങ്ങുന്നുണ്ട്. ഇന്നലെ പോലും പാലക്കാട് ഈ മഴയത്ത് തേങ്ങ പിടിക്കുന്നതിനിടെ ഒരാൾ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. മഴയത്ത് നിരവധി അപകടങ്ങൾക്കുള്ള ഒരു ഉദാഹരണമാണ് ഇത്തരത്തിൽ തേങ്ങ പിടിക്കാൻ പോയപ്പോൾ ഒരാൾ അപകടത്തിൽപ്പെട്ട് വെള്ളത്തിൽ വീണ് കാണാതായത്. ഇങ്ങനെയാണ് ഈ ഒരു മഴയുടെ ആസ്വാദനം എല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ യുവാക്കൾ എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ജില്ലാ ഭരണകൂടം കൃത്യമായി ഇടപെടുന്നുണ്ട്. പക്ഷേ നിരവധി ഇത്തരത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും പുഴകളുമുള്ള സ്ഥിതിക്ക് പോലീസിനും ഭരണകൂടത്തിനും പരിമിതികളുണ്ട്. പക്ഷേ ജനങ്ങളും അത്തരത്തിൽ ആ ഒരു കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. പക്ഷേ ഇതും മറികടന്നാണ് ഇപ്പോൾ യുവാക്കൾ എത്തിയത്. യുവാക്കളെത്തി ഉച്ചയോടുകൂടി എത്തി ഈ പുഴയുടെ നടുവ്, അതായത് വരുന്ന സമയത്ത് വലിയ വെള്ളമില്ലായിരുന്നു, അത് മറികടന്ന് ഇതിന്റെ നടുഭാഗത്ത് എത്തിയ സമയത്താണ് അപ്രതീക്ഷിതമായി വെള്ളം വരുന്നത്. നമ്മൾ ഇത്തരത്തിൽ കഴിഞ്ഞ ആഴ്ചകളിൽ മുംബൈയിലും സമാനമായ ഒരു അപകടം നമ്മൾ കണ്ടിരുന്നു. ഈ പുഴയുടെ മധ്യഭാഗത്തെത്തി അപ്രതീക്ഷിതമായി വെള്ളം കയറുന്നു. തുടർന്ന് അവർക്ക് രണ്ടു ഭാഗത്തേക്കും പോകാനാകാതെ പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സമാനമായിട്ടാണ് ഇവിടെയും ഈ ഒരു അപകടം ഉണ്ടായത്. പക്ഷേ അത് ഈ പോലീസിന്റെയും ഫയർഫോഴ്സും സമയോചിതമായി ഇടപെട്ടത് മൂലം അവരുടെ ജീവൻ രക്ഷപ്പെട്ടു. ഈ മഴ വീണ്ടും തുറന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ വെള്ളം ഉയരുകയും അവർ നിൽക്കുന്ന സ്ഥലത്തേക്കും വെള്ളം കയറി 4 പേരുടെയും ജീവൻ അപകടത്തിലാകുന്ന വലിയൊരു സാഹചര്യം വരുമായിരുന്നു. പക്ഷേ കൃത്യമായി പോലീസും ഫയർഫോഴ്സും ഇടപെട്ടതുകൊണ്ട് ഇപ്പോൾ ഒരാളെ രക്ഷപ്പെടുത്തി മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നിരവധി ഇടങ്ങളിൽ ജില്ലാ ഭരണകൂടം കർശനമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പുഴകളിൽ ഇറങ്ങരുതെന്നും നദികളിൽ പോകരുതെന്നും കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും പലയിടങ്ങളിലും ഇത്തരത്തിൽ പലരും ഇത് ഗൗനിക്കാതെ തന്നെ ഈ പുഴയിലേക്ക് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലമായതോടുകൂടി ഈ പല വസ്തുക്കളും പുഴയിലൂടെ ഒഴുകി ുന്നുണ്ട്. ഇത് പിടിക്കാൻ പോലും ഇത്തരത്തിൽ തേങ്ങ പോലുള്ള പല വസ്തുക്കളും പിടിക്കാൻ പോലും വല അടക്കം ഉപയോഗിച്ച് പലരും പുഴയിലിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊന്നും കൃത്യമായി ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതെല്ലാം അവഗണിച്ചാണ് രണ്ടുപേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇനി രണ്ടുപേരെ മാത്രമാണ് കരയിലേക്ക് എത്തിക്കാനുള്ളത്. വിശ്വാസകരമായ വാർത്ത തന്നെയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. രണ്ടുപേരെ ഇപ്പോൾ പരകരയിൽ എത്തിച്ച് 2 പേരെ കൂടി എത്തിക്കാനുണ്ട്. പോലീസിനും ഫയർഫോഴ്സിനും കൃത്യമായ അഭിനന്ദനം നൽകണം. കാരണം യോജിതമായ ഇടപെടലും കൂടെ 4 പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. നേരത്തെ സൂചിപ്പിച്ചുള്ള 2 പേർ ഇന്നലെ രാത്രി ഈ വീട് തകർന്ന് മരണപ്പെട്ടു. അത്തരത്തിൽ ഒരുപാട് അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന നിരവധി അപകടങ്ങളുണ്ട്. അത്തരത്തിലൊരു അപകടത്തിൽ നിന്നാണ് ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും ചേർന്ന് 4 പേരെ സമയോചിതമായ ഇടപെടലുകൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. 2 പേരെ ഇപ്പോൾ മറകരയിൽ എത്തിച്ചിട്ടുണ്ട്. മറ്റു 2 പേരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നു. പോലീസ് അവരുടെ അടുത്ത് തന്നെയുണ്ട്, ഫയർഫോഴ്സ് അവരുടെ അടുത്ത് തന്നെയുണ്ട്. ലൈഫ് ജാക്കറ്റ് അടക്കം ധരിപ്പിച്ച് അവരെ മറുകരയിൽ എത്തിക്കാനുള്ള ശ്രമം എല്ലാം തുടരുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഇവരെ മറുകരയിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മന്ത്രി കൃഷ്ണൻകുട്ടി അടക്കം അവിടെ എത്തുന്നുണ്ട്. അവിടെ എത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ ശക്തമായ മഴ ഈ പാലക്കാട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ തുടരുന്ന സമയത്താണ് ഇത്തരത്തിൽ അപകടങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടും ഇത്തരത്തിൽ യുവാക്കളടക്കം പുഴകളിലേക്കും നദികളിലേക്കും പോകുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. പോലീസിനും ഫയർഫോഴ്സിനും കർശനമായ പരിശോധന നടക്കുന്നുണ്ടെങ്കിൽ പോലും പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് ലംഘിച്ചുകൊണ്ട് പലരും പോകുന്നു. അത് ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ സുരക്ഷാ വെല്ലുവിളിയാണ്. ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ പല സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ വ്യാപകമായ നഷ്ടമുണ്ടാക്കുമ്പോൾ അതെല്ലാം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിലാണ് ഇത്തരത്തിലുള്ള യുവാക്കളുടെ ചെയ്തികൾ മൂലമുള്ള മറ്റു പ്രശ്നങ്ങൾ വരുന്നത്. എന്തായാലും 4 പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിൽ ഫയർഫോഴ്സിനും കേരള പോലീസിനും അഭിമാനിക്കാം. എന്തായാലും 2 പേരെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ മറുകരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മറ്റു 2 പേരെയും അല്പസമയത്തിനുള്ളിൽ തന്നെ മറുകരയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ലക്ഷ്മി പത്മ, ഈ മൂലത്തറ റെഗുലേറ്റർ തുറക്കുന്ന സമയത്ത് അപ്പോൾ മുന്നറിയിപ്പുകളൊന്നും നൽകിയിരുന്നില്ലേ? അതെപ്പോഴാണ് തുറന്നത്? അതിനുശേഷമാണോ ഈ ചിറ്റൂർ പുഴയിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെയുള്ള ഈ വലിയ ഒഴുക്കുണ്ടായത്? നമുക്ക് അതിൽ വ്യക്തത വരാതുണ്ട്. ഇന്ന് രാവിലെയാണ് മംഗലം ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകിയത്. ഇങ്ങനെ ജില്ലാ ഭരണകൂടം കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. പക്ഷേ ഒരുപക്ഷെ ജനങ്ങളിലേക്ക് ആ വിവരങ്ങൾ കൃത്യമായി എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ നമ്മളെല്ലാവരും വാർത്ത നൽകുന്നുണ്ട്. പക്ഷേ വലിയ മഴക്കെടുകൾക്കിടയിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ ഡാമുകൾ തുറക്കുന്നത് ജനങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജാഗ്രതാ നിർദ്ദേശം കൃത്യമായി നൽകുന്നുണ്ട്. ഒരുപക്ഷെ പാലക്കാട് യെല്ലോ അലർട്ട് ആയതുകൊണ്ട് ഒരുപക്ഷെ വലിയൊരു ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഒരു കുറവുണ്ടായോ എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയായി
ഇതിലേക്കായിരിക്കും ഒരുപക്ഷെ യുവാക്കൾ പോയത്. നേരത്തെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പുഴകളിലെ വെള്ളം ഉയരുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കാത്ത സമയത്ത് വെള്ളം ഉയരും എന്നുടനെ നമ്മൾ തന്നെ കരുതി ഒരുപക്ഷെ അല്പസമയം കഴിഞ്ഞാൽ വെള്ളം കുറഞ്ഞു പോകുന്നു. പക്ഷേ ഈ വെള്ളം വീണ്ടും മലകളിലടക്കം ഉണ്ടാകുന്ന വലിയ മഴ വെള്ളക്കെട്ട് ഈ പുഴകളിലേക്ക് വരികയും അപ്രതീക്ഷിതമായി വെള്ളം കയറുകയും തുടർന്ന് നമ്മൾ കുടുങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും രണ്ട് വശത്തു നിന്നും വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റു വഴികളില്ല. ഒരുപക്ഷെ അല്പസമയം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ യുവാക്കളുടെ ജീവൻ 4 യുവാക്കളുടെ ജീവൻ അപകടത്തിലാണ് വലിയൊരു സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷേ വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കുമെന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒരു ഇടപെടലിലൂടെ ഇപ്പോൾ ഇവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും 2 പേരെ രക്ഷിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി 2 പേരെ കൂടി രക്ഷിക്കാനുണ്ട്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ പോലീസ് ഇവർക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. കാരണം ഇത്തരത്തിൽ മുന്നറിയിപ്പ് അവഗണിച്ചാണ് യുവാക്കൾ പോയതെന്നുള്ളതാണ് ഉറപ്പാണ്. പുഴയുടെ നടുവിൽ വെച്ചാണ് ഇവരെ ഇപ്പോൾ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മന്ത്രി അടക്കം അവിടേക്ക് എത്തി ഈ ഒരു രക്ഷപ്പെടുത്തലിന് വേണ്ടി നേതൃത്വം നൽകുന്നുണ്ട്. പോലീസുണ്ട്. ശരി ആഷിഖ്, പാലക്കാട് ചിറ്റൂരിലാണ് പുഴയിൽ കുളിക്കാനിറങ്ങിയവർ പുഴയുടെ നടുവിൽ കുടുങ്ങിയത്. 4 പേരാണ് ഈ രീതിയിൽ പുഴയ്ക്ക് നടുവിൽ കുടുങ്ങിപ്പോയത്. അവരെ ഫയർഫോഴ്സ് അടക്കം ആ സംഭവ സ്ഥലത്തെത്തി. അതിൽ 2 പേരെ രക്ഷിച്ചപ്പോൾ കരയിൽ എത്തിച്ചിട്ടുണ്ട്. മറ്റ് 2 പേരെ കൂടി രക്ഷിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. വളരെ ശ്രമകരമായ ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് ചിറ്റൂരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ വടം അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഉള്ള രക്ഷാപ്രവർത്തനം. കൃത്യസമയത്ത് തന്നെ ഈ വിവരം പുറത്തേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞു. ഫയർഫോഴ്സിനടക്കം സ്ഥലത്തെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഏറ്റവും ഭാഗ്യമുള്ള ഒരു കാര്യം. അതാണ് കൃത്യസമയത്ത് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് വലിയ അപകടം തലനാരിഴയ്ക്ക് അവിടെ ഒഴിവായിട്ടുണ്ട്. 4 പേർ കുടുങ്ങിയതിൽ 2 പേരെ ഇപ്പോൾ രക്ഷിച്ച് കരയ്ക്കെത്തിച്ചിരിക്കുന്നു. 2 പേരെ രക്ഷിക്കാനുള്ള ശ്രമം അവിടെ നടക്കുന്നു. വലിയ വടമടക്കം ഉപയോഗിച്ച് ഫയർഫോഴ്സ് അടക്കം രംഗത്തെത്തി ആണ് ആ ശ്രമം, രക്ഷാപ്രവർത്തനം നടക്കുന്നത്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി അടക്കമുള്ളവർ സ്ഥലത്തെത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അഗ്നിശമന സേനയും പോലീസും സ്ഥലത്തെത്തി അവിടെ രക്ഷാപ്രവർത്തനം തകൃതിയായി നടക്കുകയാണ്. ആഷിഖ് വീണ്ടും ചേരുന്നുണ്ട്. ആഷിഖ്, 2 പേരെ കൂടിയാണ് ഇനി തീരത്തേക്ക് എത്തിക്കാനുള്ളത്, പുഴയുടെ കരയിലേക്ക് എത്തിക്കാനുള്ളത്. ആ 2 പേരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെ നടക്കുന്നു? അത് ഏതുവരെ എത്തി ആ രക്ഷാപ്രവർത്തനം? ഇതിലൊരു സ്ത്രീയുമുണ്ടെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ 2 പേരെ രക്ഷപ്പെടുത്തി മറ്റ് 2 പേർക്കായുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ വടം കെട്ടി അവരെ അതിനെ മറുപടിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിൽ സ്ത്രീ ഉണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അവരെയും ഇത്തരത്തിൽ ലൈഫ് ജാക്കറ്റ് എല്ലാം ധരിച്ച് മറുപടിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പോലീസ് ഫയർഫോഴ്സും എല്ലാം അവരുടെ അടുത്തുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 3 പേരെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് ആഷിഖ്. 3 പേരെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ് പോലീസിനെയും ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം. കാരണം 3 പ്രധാനപ്പെട്ട 3 ജീവനുകൾ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 3 പേരെ ഇത്തരത്തിൽ പടം ഉപയോഗിച്ച് മറുപടിയിൽ എത്തിച്ചിരിക്കുന്നു. കൃത്യമായ സമയത്ത് പോലീസും ഫയർഫോഴ്സും എല്ലാം അവിടെ എത്തിയ സ്ഥിതിക്കാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം സുഗമമായി നടക്കാൻ കഴിഞ്ഞത്. കൃത്യമായ സമയത്ത് പോലീസിനെയും വിവരമെല്ലാം അറിയിച്ചത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ ഈ ഒരു മഴ അല്പസമയം കൂടി തുറന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ നിൽക്കുന്ന സ്ഥലത്ത് കൂടി വെള്ളം കയറുകയും വലിയൊരു അപകടത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മറികടന്ന് ഇപ്പോൾ നിലവിൽ 3 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്. എന്തായാലും വലിയ മഴ തുടരുന്ന സാഹചര്യത്തിൽ അടുത്ത ആളെ കൂടി എത്രയും പെട്ടെന്ന് മറുപടിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് സമയത്ത് വേണമെങ്കിലും വെള്ളം വീണ്ടും ഉയർന്ന് അവർ നിൽക്കുന്ന സ്ഥലത്ത് കൂടി വെള്ളം ഉയർന്ന് വലിയൊരു അപകടത്തിലേക്ക് പോകുമായിരുന്ന സാഹചര്യമാണ്.
കൃത്യമായി പോലീസും ഫയർഫോഴ്സും ഇടപെട്ടത് മൂലം ഇപ്പോൾ 3 പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. ഒരാളെയും അല്പസമയത്തിനകം ഇത്തരത്തിൽ മറുകരയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വടം കെട്ടി ഓരോരുത്തരായി കൃത്യമായി എത്തിക്കുന്നു. പോലീസും ഫയർഫോഴ്സും അതിന് നേതൃത്വം നൽകുന്നു. മന്ത്രി കൃഷ്ണൻകുട്ടി അടക്കം അവിടെ നിന്ന് അതിന് ക്യാമ്പ് ചെയ്തതിന് നേതൃത്വം നൽകുന്നുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട ഒരു കാര്യം 3 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വലിയ ഈ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയാണ്? അവരെ ആശുപത്രിയിൽ എത്തിച്ചോ? എന്താണ് അവരുടെ അവസ്ഥ? കൃത്യമായി ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ് മനസ്സിലാക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം ഇവരെല്ലാം ഭയപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം ഇതിന്റെ മധ്യത്തിൽ കുടുങ്ങിയത് കൂടി തന്നെ വലിയ ഭയപ്പാട് ഇവർക്കുണ്ട്. വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും, തെറ്റൂരുള്ള സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം വലിയ രീതിയിൽ ഒരു ഭയപ്പാടിലാണ് എന്നുള്ളതാണ്. കാരണം ഈ പുഴയുടെ നടുവിൽ ഇവർ പെട്ടുപോയി, കുറെ നേരം ഇതിന്റെ നടുവിൽ പെട്ടുപോയി, വെള്ളം ഉയരുന്നു. ഇത്തരത്തിലുള്ള അപകടങ്ങൾ സ്ഥിരമായി പല സമയത്തും പല സ്ഥലങ്ങളിൽ നിന്നായി കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർ വലിയ ഭയപ്പാടിലായിരുന്നു. ആ ഭയപ്പാടോട് നിന്നത് തന്നെ രക്ഷപ്പെടുത്തിയ ശേഷം വലിയ ഭയപ്പാടിൽ നിന്ന് ഇവരെ ഇപ്പോൾ താൽക്കാലികമായി പറഞ്ഞ് സമാശ്വസിപ്പിച്ച ശേഷം ആശുപത്രിയിലേക്ക് മാറ്റുന്നുണ്ട്. പ്രാഥമിക ചികിത്സ നൽകുന്നുണ്ട്. പ്രാഥമിക നോക്കുന്ന സമയത്ത് വലിയ അപകടങ്ങളോ പരിക്കുകളോ ഇല്ല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ഭയപ്പാടിലാണ് ഇവർ നിലവിലുള്ളത്. കാരണം ഈ വെള്ളത്തിന്റെ നടുവിൽ കുറെ നേരം കുടുങ്ങി നിന്നതോടുകൂടി തന്നെ ഒരുപക്ഷെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന ഒരു രീതിയിൽ അവർ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഭയപ്പാട് ആദ്യം മറികടക്കൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശേഷം അവരെ ആശുപത്രി എത്തിയ ശേഷം പ്രാഥമിക ചികിത്സ നൽകും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മന്ത്രി അടക്കം സ്ഥലത്തെത്തിയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. പോലീസുണ്ട്, പോലീസിന്റെ 200 ഉദ്യോഗസ്ഥരുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്. അങ്ങനെ 3 പേരെ ഇപ്പോൾ നിലവിൽ കരക്കെത്തിച്ചു. മറ്റൊരാളെയും കൂടിയും എത്രയും പെട്ടെന്ന് കരക്കെത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവർ എവിടെയുള്ളവരാണ്? ടൂറിസ്റ്റുകളാണോ, നാട്ടുകാരാണോ? ആരാണ് ഈ പുഴയ്ക്ക് നടുവിൽ കുടുങ്ങിയ ഈ 4 പേർ? ആരാണ്? അതിന്റെ ഒരു പ്രാഥമിക വിവരം നമുക്ക് ലഭിക്കേണ്ടത് നിലവിൽ നമുക്ക് പ്രദേശവാസികൾ തന്നെ ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം. കാരണം ആ സ്ഥലത്തെ കുറിച്ച് കൃത്യമായി അറിയുന്ന ആൾക്കാരാണ്. അങ്ങനെ പോയ സമയത്താണ് അപ്രതീക്ഷിതമായി വെള്ളം കയറിയത്. പ്രദേശവാസികൾ തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരെ കുറിച്ച് പോലീസ് വിവരങ്ങൾ ഇപ്പോൾ പോലീസ് ആണെങ്കിലും ഫയർഫോഴ്സ് ആണെങ്കിലും നൽകേണ്ടതുണ്ട്. പ്രാഥമികമായി അവർക്ക് നൽകാനുള്ള കാര്യം കൃത്യമായി ചികിത്സ നൽകുക, അവരെ പറഞ്ഞ് സമാശ്വസിപ്പിക്കുക എന്നതാണ്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ കൃത്യമായി ആശുപത്രിയിൽ എത്തിച്ച് ഈ ഒരു ചികിത്സ ഉറപ്പാക്കേണ്ടതുണ്ട്. കുറെ നേരം അവർ ഈ ഒരു പുഴയുടെ നടുവിൽ നിന്നതിൽ തന്നെ വലിയ ഭയപ്പാടിലാണ്. അതുകൊണ്ട് ആ ഭയപ്പാട് മാറ്റിയ ശേഷം കൃത്യമായി ചികിത്സ നൽകണം. ശേഷം വലിയ അപകടങ്ങളിൽ, അതായത് കൃത്യമായി വലിയ പരിക്കുകളോ കാര്യങ്ങളോ ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസും ഫയർഫോഴ്സും എല്ലാം കൃത്യമായി എത്തിയതോടുകൂടി തന്നെ വലിയ അപകടങ്ങളില്ലാതെ അവരെ മറുകരയിൽ എത്തിക്കാൻ കഴിഞ്ഞു. 3 പേർ ഇപ്പോൾ നിലവിൽ മറുകരയിൽ എത്തിയിട്ടുണ്ട്. ഇനി നാല് പേരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ രക്ഷാപ്രവർത്തകർക്ക് 4 പേരെയും ചിറ്റൂർ പുഴയിൽ കുടുങ്ങിയ 4 പേരെയും രക്ഷിച്ചിരിക്കുന്നു. വലിയൊരു ആശ്വാസം തന്നെ പറയാം. ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം 4 പേരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഒരുപക്ഷെ ഈ മഴക്കാലത്ത് നിരവധി ജീവനുകൾ നഷ്ടപ്പെടുന്ന വലിയൊരു ദുരന്ത വാർത്തകൾ നിരവധി ഇന്ന് ഈ ദിവസങ്ങൾ പോലും നമ്മൾ കേട്ടു. അതിന്റെ ഇടയിൽ വലിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ജനങ്ങളോട് പങ്കുവെക്കാനുള്ളത്. ഈ ചിറ്റൂർ പുഴയുടെ നടുവിൽ കുടുങ്ങിയ 4 പേരെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സംയോജിതമായ ഇടപെടൽ മൂലം നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ അഭിനന്ദനം അറിയിക്കുന്നുണ്ട് പോലീസും ഫയർഫോഴ്സും. മന്ത്രി അടക്കം നേതൃത്വം നൽകിയാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയത്. എന്തായാലും ഒരു ജനകീയ വലിയൊരു പോലീസിനും ഫയർഫോഴ്സിനും അടക്കം അധികാരികൾക്ക് വലിയൊരു നന്ദി പറയേണ്ട ഒരു സാഹചര്യമാണ്. വിലപ്പെട്ട 4 ജീവനുകൾ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉച്ചയോടുകൂടി നടന്ന ഒരു സംഭവം കൃത്യസമയത്ത് പോലീസും ഫയർഫോഴ്സും ഇടപെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ഭാഗമായി 4 വിലപ്പെട്ട ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. അവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിപ്പോൾ തുടരുന്നുണ്ട്. എന്തായാലും 4 പേരെയും വടം കെട്ടി കൃത്യമായി പോലീസ് എത്തിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് പല ജീവനുകളും ഇത്തരത്തിൽ അശ്രദ്ധമായി നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് പോലീസിന്റെയും ഫയർഫോഴ്സും കൃത്യമായി ഇടപെട്ടത് മൂലം 4 ജീവനുകൾ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു. എന്തായാലും ഇനി അവരെ ആശുപത്രിയിലേക്ക് മാറ്റണം, ചികിത്സ നൽകണം. തുടർന്ന് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി മനസ്സിലാക്കണം. എന്താണ് അവരവിടെ പോകാനുള്ള ഉദ്ദേശശുദ്ധി എന്നുള്ളത് കൂടുതലായി ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ജാഗ്രതാ നിർദ്ദേശം മറികടന്ന് പോയതിന്റെ പേരിൽ മറ്റു നടപടികൾ ഉണ്ടാകുമെന്ന കാര്യം അറിയേണ്ടതുണ്ട്. ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് എല്ലാവർക്കും ഉള്ള ഒരു മുന്നറിയിപ്പാണ് എന്നുള്ളതാണ്. ഇത്തരത്തിൽ പല
പലയിടങ്ങളിൽ ഇത്തരത്തിൽ വ്യാപകമായി വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്, വലിയ തോതിൽ വെള്ളം കയറുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടിയുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു മഴക്കാലത്ത് ഈ പുഴയിലേക്കും കാര്യമായി ഇറങ്ങരുത് എന്നുള്ളത്. കാരണം അപ്രതീക്ഷിതമായി വെള്ളം കയറും, അത് നമ്മുടെ ജീവൻ തന്നെ ആപത്തിലാക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപക്ഷെ കുറച്ചുകൂടി ഒരു ചിറ്റൂര് പോലുള്ള ഒരു സ്ഥലത്തായതുകൊണ്ട് കൂടുതൽ രക്ഷിക്കാൻ ഒരുപക്ഷെ പലയിടങ്ങളിലും ഉൾപ്രദേശങ്ങളിലേക്ക് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ വലിയ പുഴകളിലൊക്കെ ചെന്ന് ആൾക്കാർ ഈ മഴക്കാലത്ത് ചെന്ന് വിനോദസഞ്ചാരത്തിനായിട്ടും മറ്റു കാര്യങ്ങൾക്കുമായി പോകാറുണ്ട്. അവർക്കെല്ലാമുള്ള കൃത്യമായ മുന്നറിയിപ്പാണ് ഇത്തരത്തിൽ ഈ ഒരു മഴക്കാലത്ത് പോകരുതെന്നുള്ളത്. ശക്തമായ മഴ പെയ്യുന്നുണ്ട്. പാലക്കാട് യെല്ലോ അലർട്ട് ആണെങ്കിൽ പോലും റെഡ് അലർട്ടിന് സമാനമായ രീതിയിൽ ഒറ്റപ്പെട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതിന്റെ ഇടയിലാണ് ഇത്തരത്തിലൊരു അപകട സമാനമായ സാഹചര്യം വന്നത്. പാലക്കാട് ചിറ്റൂരിലാണ് പുഴയിൽ കുളിക്കാനിറങ്ങിയ 4 പേർ പുഴയുടെ നടുവിൽ കുടുങ്ങിയത്. കുത്തിയൊഴുകുന്ന ചിറ്റൂർ പുഴയുടെ നടുവിൽ 4 പേർ കുടുങ്ങിയെങ്കിലും രക്ഷാപ്രവർത്തനം കൃത്യമായി നടത്തിയതിനാൽ കൃത്യസമയത്ത് പോലീസും ഫയർഫോഴ്സും അവിടെ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ ഫലമായി 4 ജീവനുകൾ വളരെ കൃത്യമായി തന്നെ രക്ഷിക്കുവാൻ കഴിഞ്ഞു. ആഷിഖ് റഹ്മാനാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. ഏറ്റവും ആശ്വാസകരമായ വാർത്ത, 4 പേരെ ചിറ്റൂർ പുഴയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു.